ഏവർക്കും നമസ്കാരം. ബേദി ഫോർ ഡോട്ട് ന്യൂസിൻ്റെ മറ്റൊരു ജ്യോതിഷ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച. ഈ ബുധനാഴ്ച ദിവസത്തെ ദിവസഫലങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. ഇന്ന് മെയ് 5 തീയതി 2021 ആണ്ട്, മേടമാസം 22 തീയതി ബുധനാഴ്ച. ഇന്നത്തെ ദിവസ ഫലങ്ങളിലേക്ക് കടക്കുകയാണ്. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാർക്ക് മാനസികമായി വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. കൂടുതൽ അലസതയും മടിയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ചിലവുകൾ നമുക്ക് അധികരിച്ചു വരും. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതയ്ക്ക് സാധ്യതയുണ്ട്. ഈശ്വരാധീനം പൂർണ്ണമായും മറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തർക്ക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുന്നതാണ് നല്ലത്. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അബദ്ധങ്ങൾ പറ്റാതെ ശ്രദ്ധിക്കണം. നമ്മൾ കടം കൊടുക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ഇന്ന് ആർക്കും പൈസ കടം കൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ പല കാര്യങ്ങൾക്കും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും പ്രവർത്തന മേഖലകളിൽ വരുമാനം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇടവക്കൂറ്, കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും വിശ്വാസത നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയും. ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. യാത്രകളെല്ലാം നമുക്ക് വളരെയധികം അനുകൂലമായി തീരും. വളരെ കാലമായി കിട്ടാതെ കിടന്ന തുകകൾ, കാശ് നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങി വരും. കുടുംബത്തിലെ മുതിർന്നവരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബകാര്യങ്ങളിൽ വളരെയധികം സന്തോഷവും ഈശ്വരാധീനവും ഉണ്ടാകും. തർക്ക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. വാഹനങ്ങളിൽ സൂക്ഷിച്ച് ഓടിക്കുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. ആ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് വളരെയധികം ഭാഗ്യമായിട്ട് നിലനിൽക്കും. ബിസിനസ് മേഖലയിൽ നല്ലൊരു ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. മിഥുനക്കൂറ്, മകയിരമര, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും അലസതയുണ്ടാകും. ചിലവുകൾ അധികരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ കൂടുതൽ ചിന്താകുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ തർക്ക വിഷയങ്ങൾക്ക് സാധ്യത കാണുന്നു. നമ്മുടെ സുഹൃത്തുക്കളുമായി അടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ ചില പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. തൊഴിൽ മേഖലയിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ചില അലസതകളും ബുദ്ധിമുട്ടുകളും മണ്ടത്തരങ്ങളും നമുക്ക് പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും നമുക്ക് ഇന്നേ ദിവസം വളരെ ഒരു ശുഭകരമായിട്ടുള്ള ഒരു യാത്രാ ദിവസമായി, അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകക്കൂറ്, പുണർതം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശ യാത്രകൾക്ക് ഫലപ്രദമായ ഒരു ദിവസമാണ്. വിദേശയാത്ര, ഗൾഫ് യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് കാര്യം വളരെ സഫലമായി കിട്ടുന്നുണ്ട് ഒരു ദിവസമാണ്. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധിക്കും. നമ്മുടെ കാര്യങ്ങൾ മനസ്സ് വളരെയധികം സന്തോഷപ്രദമായിരിക്കും. ഈശ്വരാധീനം മനസ്സിൽ തിളങ്ങി നിൽക്കും. വളരെ ശുഭകരമായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. തർക്ക വിഷയങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കണം. ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ നമുക്ക് വിവാഹത്തിൽ കലാശിക്കാവുന്ന തരത്തിലുള്ള ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. ഭാഗ്യം നമുക്ക് പൂർണ്ണമായും അനുകൂലമായിരിക്കും. ബിസിനസ് മേഖലകളിൽ ഭാഗ്യം വരും. ബിസിനസ് മേഖലകളിൽ നമുക്ക് ചില അലസതയും അച്ചടക്കക്കുറവും ഒക്കെ ഉണ്ടാകാമെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ മേഖല കുറച്ച് അഭിവൃദ്ധിപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെ നമുക്ക് പ്രവർത്തന മേഖലകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ വളരെ ഗുണപ്രദമായിരിക്കും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു.
കുടുംബത്തിലെ മുതിർന്നവരുമായിട്ടോ അല്ലെങ്കിൽ സർക്കാർ കാര്യങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ വളരെയധികം സങ്കടപ്പെടുവാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാനോ അല്ലെങ്കിൽ മനസ്സിൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഗ്രഹകാര്യങ്ങളിൽ വീട്ടുകാര്യങ്ങളിൽ വളരെയധികം സന്തോഷപ്രദമായിരിക്കും. യാത്രകൾ വളരെ ആനുകൂല്യങ്ങൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് സംഘർഷഭരിതമായിട്ടുള്ള ഒരു ചിന്ത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം. അതിൽ ശത്രുക്കളുടെ ഇടപെടലുകളുണ്ടാകാം. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുവാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായവരുമായിട്ടോ ചില പിണക്കങ്ങൾക്ക് സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്. അബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് മേഖലയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കൂടെയും നമ്മൾ പൂർണ്ണമായും വ്യാപൃതരായി ബിസിനസ് മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആലോചിച്ച് ചിന്തിച്ച് തടസ്സങ്ങൾക്ക് പുതിയ വഴിയൊരുക്കി തടസ്സങ്ങൾ മാറ്റി നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് കുറച്ച് കൂടുതൽ അലച്ചിൽ വേണ്ടിവരും. കുറച്ച് കൂടുതൽ പ്രയത്നങ്ങൾ വേണ്ടിവരുന്ന ഒരു ദിവസമാണ്. കന്നിക്കൂറ് ഉത്തര നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള സാധ്യത ഒരുങ്ങി വരുന്ന ഒരു ദിവസമാണ്. നമുക്ക് പല കാര്യങ്ങളും മുതിർന്നവരിൽ നിന്നോ അല്ലെങ്കിൽ അതിൽ ആനുകൂല്യങ്ങൾ അറിയാവുന്ന, അതായത് നമ്മൾ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് നമ്മൾ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും എന്നാൽ അവരെ ഒരു കാര്യങ്ങളും വിട്ടു പറഞ്ഞു തരാതിരിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വിജയം ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. പ്രണയബന്ധങ്ങൾക്ക് വളരെയധികം നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചവരുമായി ഇഷ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും നമ്മൾ പൊതുവേ ഒരു അസ്വസ്ഥത, നമുക്ക് മനസ്സിലൊരു നഷ്ടചിന്ത ഒക്കെ നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. തുലാക്കൂറ് ചിത്തിര അര ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ചില പരിമിതികൾ ഉള്ള ഒരു ദിവസമായിരിക്കും. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് ചില തടസ്സവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈശ്വരാധീനം പൂർണ്ണമായി നിലനിന്ന് കാണുന്നു. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രവർത്തന മേഖലയിൽ മുഴുകേണ്ടി വരും. എന്നാൽ അത്തരത്തിൽ പ്രവർത്തന മേഖലയിൽ മുഴുകുന്നതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നേട്ടങ്ങൾ നമുക്കിന്ന് ഉണ്ടാകുകയില്ല. എങ്കിൽ കൂടെയും നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം, അവരുടെ ഒരു ആശ്വാസമൊക്കെ നമുക്കിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ന് ഒരു സന്തോഷകരമായ ദിവസവും നമുക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള ദിവസമൊക്കെ ആയി തീരുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബിസിനസ് മേഖലകളിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ച് മുന്നേറേണ്ട ഒരു ദിവസമാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം. നമുക്ക് വളരെ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. വൃശ്ചികക്കൂറ് വിശാഖ നക്ഷത്രത്തിൻ്റെ കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഇന്ന് പൂർണ്ണമായും ഈശ്വരാധീനം ഉണ്ടാകും. മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശുഭകരമായി തീരും. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ തർക്ക വിഷയങ്ങൾ രൂക്ഷമായ രീതിയിൽ സംസാരിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുകയും ആ സുഹൃത്ത് ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാവുകയും ചിലപ്പോൾ സംസാരിച്ചൊക്കെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മനസ്സിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഉള്ളിൽ കിടന്ന് വിങ്ങുന്നതായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് കാലം പൊതുവെ അനുകൂലമാണ്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തും. യാത്രകൾ അനാവശ്യമായി വരാം. ചിലവുകൾ അധികരിച്ചു വരാം. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിൻ്റെ തുടക്കത്തിൽ ചില ചെറിയ തടസ്സവാദങ്ങൾ ഒക്കെ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മണ്ടത്തരങ്ങളോ അബദ്ധങ്ങളോ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ലഭിക്കും. ആ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന നിലയിലായിരിക്കും അത്തരത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹാദി കാര്യങ്ങളിൽ ദൂരദേശത്തു നിന്നോ നമ്മളിൽ നിന്ന് അല്പം അകന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായങ്ങളോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെയുള്ള വിവാഹ ബന്ധങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളുണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. മകരക്കൂറ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രയത്നങ്ങൾക്ക് വളരെയധികം മേന്മ ലഭിക്കുന്ന ഒരു ദിവസമാണ്.
പ്രണയബന്ധങ്ങൾക്ക് സാഫല്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളിൽ നിന്ന് അബദ്ധങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് മേഖലയിൽ, തൊഴിൽ മേഖലയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ കൂടെയും പൊതുവേ നമ്മൾ വീട്ടിൽ പൂർണ്ണമായും സന്തോഷവാനായി നമ്മൾ കാണപ്പെടും. ചിലവുകൾ കൂടുതലായിട്ട് വരാം. അപ്രതീക്ഷിത ചിലവുകൾക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഇന്ന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ദിവസമാണ്. സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ടവരോ, സർക്കാർ തൊഴിൽ ചെയ്യുന്നവരോ, സർക്കാർ ജോലിക്കാരോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോ, രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഇന്ന് വളരെയധികം നല്ലൊരു ദിവസമാണ്. ഈശ്വരാധീനം പൂർണ്ണമായും തികഞ്ഞു നിൽക്കുന്നു. മനസ്സ് വളരെയധികം സംതൃപ്തമായി നിന്നു പോകുന്ന ഒരു ദിവസമാണ്. തർക്കങ്ങളുമെല്ലാം ഇന്ന് നമുക്ക് നിഷ്പ്രഭമാക്കി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഒരുങ്ങി വരും. കുംഭക്കൂറ് അവിട്ടം, അര, ചതയം, പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാർക്ക്, വിദ്യാർത്ഥികൾക്ക് കാലം പൊതുവെ അനുകൂലമായിരിക്കും. ബിസിനസ് മേഖലയിൽ ഒരു പകുതി ശതമാനം വിജയത്തിന് സാധ്യതയുണ്ട്. എങ്കിൽ കൂടെയും നമുക്കൊരു മുഴുവൻ വിജയം ലഭിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ചിന്തിച്ച് നമുക്ക് മനസ്സ് വളരെയധികം ദുഃഖപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. നല്ല നല്ല ആശയങ്ങൾ വഴി, യാത്രകൾ വഴി നമ്മൾ പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ദിവസമാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേസ് വഴക്കുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങളിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിലും പറയപ്പെടുന്ന കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്ന കാര്യങ്ങളിലുമൊക്കെ നമുക്ക് വിജയിച്ചു വരുവാനുള്ള ഒരു സാധ്യത ഇന്ന് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മനസ്സിൽ ഇന്ന് ഒരു വലിയൊരു ഭയം നമുക്ക് തങ്ങി നിൽക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില വാർത്തകൾ, സന്തോഷ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. മീനക്കൂറ് പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർക്ക് പറയുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ പറ്റാതെ ശ്രദ്ധിക്കണം. നമുക്ക് വളരെയധികം പ്രവർത്തന മികവ് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകളും യാത്രകളും ഒക്കെ വേണ്ടി വരുന്ന ഒരു ദിവസമാണ്. കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വരാധീനം പൂർണ്ണമായും കാണുന്നുണ്ട്. മനസ്സ് വളരെ തൃപ്തികരമായിരിക്കും. അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിക്കുന്ന കുട്ടികൾ നമുക്ക് എക്സാമിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് ഇന്നേ ദിവസം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ ദിവസം തുടക്കത്തിലേ ഉണ്ടാകുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറി വരും. നമുക്ക് വളരെയധികം ഊർജ്ജസ്വലമായി കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദാമ്പത്തിക ജീവിതം, ലൗകിക ജീവിതം വളരെ സന്തോഷകരമായി പോകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഞാൻ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി, നമസ്കാരം.